കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത ശിവശങ്കറിനെ ഒരാഴ്ചത്തേക്ക് കോടതി കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ ശിവശങ്കർ 5-ാം പ്രതിയാണ്. 4-ാം തീയതി ശിവശങ്കറിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കണം. ശിവശങ്കറിനെ തുടർച്ചയായി ചോദ്യം ചെയ്യരുത് എന്നാണ് കോടതി ഇന്ന് നിർദ്ദേശിച്ചത്. 3 മണിക്കൂർ കൂടുമ്പോൾ ഇടവേളകൾ നൽകണം, വിശ്രമം അനുവദിക്കണം. അതേസമയം രാത്രിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് ചോദ്യം ചെയ്യാനും കോടതി സമയം അനുവദിച്ചിട്ടുള്ളത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സിബി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സിബി, ശിവശങ്കറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയായിരുന്നു. 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ കോടതി വിട്ടയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കോടതി ചില നിർദ്ദേശങ്ങൾ കൂടി ഈ അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തു. ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കോടതിയിൽ ഇന്ന് ഉണ്ടായത്? കോടതി പറഞ്ഞ കാര്യങ്ങൾ, മറ്റ് എന്തെല്ലാം വിവരങ്ങൾ? ജോർജറ്റ് 14 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ED ഈ കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ശിവശങ്കറെ വിട്ടിരിക്കുന്നത്. ശിവശങ്കർ ഇപ്പോഴും കോടതിയിൽ തന്നെ തുടരുകയാണ്. കോടതിയിൽ നിന്നും ഇപ്പോൾ അദ്ദേഹം താഴേക്ക് ഇറങ്ങിയിട്ടില്ല. എന്തായാലും ഇനി ഈ നവംബർ 4-ാം തീയതിയാണ് വരെ അദ്ദേഹം ED കസ്റ്റഡിയിലായിരിക്കും. പ്രധാനമായും ഈ കേസിൽ ചൂണ്ടിക്കാട്ടിയത് ഈ 2 ആഴ്ചത്തെ ഒരു കസ്റ്റഡി അപേക്ഷയാണ് ED വെച്ചത്. പക്ഷേ ഈ കസ്റ്റഡി അപേക്ഷയെ ശിവശങ്കറിൻ്റെ അഭിഭാഷകൻ എതിർത്തില്ല. മറിച്ച് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു ശിവശങ്കർ പ്രധാനമായും കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതായത് തനിക്ക് കലശലായ നടുവേദനയുണ്ട്, തുടർച്ചയായ ചോദ്യങ്ങൾക്ക് വിധേയമാകുമ്പോൾ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു, ഒരു ഇടവേള ഈ ചോദ്യം ചെയ്യലിൽ തനിക്ക് നൽകണം, കൂടാതെ തനിക്ക് ഈ ഒരു കസ്റ്റഡിയിലേക്ക് ബന്ധുക്കൾ കാണാനുള്ള അനുമതി നൽകണം എന്നുള്ളതായിരുന്നു ശിവശങ്കർ ഉന്നയിച്ചത്. താൻ 14 ദിവസത്തെ വിശ്രമം തനിക്ക് ഡോക്ടർമാർ നൽകിയിരുന്നു. പക്ഷേ 9-ാം ദിവസമാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല തന്നെ അന്വേഷണത്തിൽ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇടവേളകൾ നൽകണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു ശിവശങ്കർ ഉന്നയിച്ചത്. ഇന്നലെ കസ്റ്റഡി എടുത്ത ശേഷം പുലർച്ചെ 1 മണി വരെ ചോദ്യം ചെയ്തു. വെളുപ്പിനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചെടുപ്പിക്കുകയും ചെയ്തു. അത്തരത്തിലെല്ലാം തന്നെയും തുടർച്ചയായി ചോദ്യം ചെയ്യുമ്പോൾ തനിക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു ശിവശങ്കർ ചൂണ്ടിക്കാട്ടിയത്. ഈ ഒരു ആവശ്യം, ഈ ഒരു സാഹചര്യത്തിൽ കോടതി പ്രധാനമായും ശിവശങ്കറിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് തുടർച്ചയായി ചോദ്യം ചെയ്യരുത്, 3 മണിക്കൂർ ചോദ്യം ചെയ്താൽ അദ്ദേഹത്തിന് 1 മണിക്കൂർ വിശ്രമം നൽകണം. കൂടാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. വേണമെങ്കിൽ ആയുർവേദ ചികിത്സ തന്നെ അദ്ദേഹത്തിന് ലഭ്യമാക്കണമെന്നും കോടതി പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മകനെയും ഭാര്യയും സഹോദരനെയും കാണാനുള്ള അനുമതിയും നൽകി. എന്തായാലും ഈ ശിവശങ്കറിൻ്റെ അഭിഭാഷകൻ ഇന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞത് തങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും പരിഗണിച്ചു, ഈ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെയും കോടതി പരിഗണിച്ചു, ബന്ധുക്കളെ കാണണമെന്ന ആവശ്യവും പരിഗണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 5-ാം പ്രതിയാണ് ശിവശങ്കർ എന്നുള്ളതാണ് പ്രധാനമായും ED ഇന്ന് പറഞ്ഞത്. ഈ ഒരു കേസിൽ 7 പേരാണ് ഇപ്പോൾ പ്രതിപട്ടികളുള്ളത്. ഇതിൽ 5-ാം പ്രതിയാണ് ശിവശങ്കർ. ഈ സ്വപ്ന സുരേഷിന് 2018-ൽ ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ശിവശങ്കർ സഹായിച്ചു. സ്വപ്ന സുരേഷിൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിയന്ത്രിച്ചിരുന്നത് ശിവശങ്കറായിരുന്നു. ഈ ശിവശങ്കറിൻ്റെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടായ വേണുഗോപാലിനെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇവർ ഒരുമിച്ച് ഒരു ബാങ്ക് ലോക്കർ തുറക്കാൻ വേണ്ടി ഇത്തരത്തിൽ നിർദ്ദേശം നൽകുകയും ഇത് പ്രകാരമാണ് 30 ലക്ഷം രൂപ അടക്കം സ്വപ്ന സുരേഷ് ഇത്തരത്തിൽ കള്ളപ്പണമായി ലഭിച്ച എല്ലാം തന്നെയും വെളുപ്പിക്കാൻ ശ്രമിച്ചത്. ഇതിൻ്റെ സോഴ്സ് ശിവശങ്കർ ഇത്തരത്തിൽ സ്വപ്നയോട് ചോദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ED വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും ഈ സ്വപ്ന സുരേഷിൻ്റെ കള്ളപ്പണം സ്വർണ്ണക്കടത്തെല്ലാം തന്നെയും കൃത്യമായി അറിയാം എന്നുള്ള കാര്യം കൂടി ഈ ED വ്യക്തമാക്കുന്നു. എന്തായാലും ED ഇതിൽ പ്രധാനമായും ഡിജിറ്റൽ തെളിവുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സ്വപ്ന സുരേഷും ശിവശങ്കർ തമ്മിലുള്ള ഫോൺ സംഭാഷണം, ശിവശങ്കർ വേണുഗോപാലിനെ വിളിച്ച് ഈ ഒരു ഈ ലോക്കറിലുള്ള പണത്തിൻ്റെ സോഴ്സും അതോടൊപ്പം തന്നെ മറ്റുള്ള ട്രാൻസാക്ഷൻ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെയും ചോദിക്കുന്നതെല്ലാം ബന്ധമാക്കുന്ന വാട്സപ്പ് മെസ്സേജ് എല്ലാം തന്നെയും കൃത്യമായി ഒരു ഡിജിറ്റൽ തെളിവായി ഈ ഒരു ED മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കള്ളപ്പണം ഇടപാടുമായി അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി സ്വപ്ന സുരേഷിനെ ശിവശങ്കർ സഹായിച്ചു എന്നുള്ള കേസിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ ഒരു കേസിലാണ് ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരുന്നതെന്നും ED പറയുന്നു. കൂടാതെ സ്വപ്നയും ശിവശങ്കർ തമ്മിൽ വ്യക്തിപരമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നയുടെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷിൻ്റെ ഈ സ്വർണ്ണക്കടത്ത് കേസ് അറിയില്ല എന്ന് സ്വപ്ന സുരേഷിൻ്റെ വാദം നിലനിൽക്കില്ല എന്നും ED വാദിക്കുന്നു. എന്തായാലും ഈ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 14 ദിവസമായി ചോദിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ശിവശങ്കർ അന്വേഷണത്തിൽ താൻ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ടെന്നും തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ശിവശങ്കറിൻ്റെ ആവശ്യങ്ങളും കോടതി പരിഗണിക്കുകയും ചെയ്തു. എന്തായാലും അല്പസമയത്തൊക്കെ തന്നെ ശിവശങ്കർ പുറത്തേക്ക് ഇറങ്ങി വരും. അദ്ദേഹം 7 ദിവസം ഇനി EDയുടെ കസ്റ്റഡിയിലായിരിക്കും. അതിനുശേഷം നവംബർ 4-ാം തീയതിയായിരിക്കും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുക. അന്ന് ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷ കോടതി അന്ന് പരിഗണിക്കുകയും ചെയ്യും. ജോർജറ്റ്.
സിബി, ശിവശങ്കരനെ സംബന്ധിച്ച് അന്വേഷണ സംഘങ്ങളെ സംബന്ധിച്ചൊക്കെ ഏറെ നിർണായകമായ ദിവസങ്ങളാണ് ഇനിയുള്ളത്. ഇനിയുള്ള ഇ ഡിയുടെ നീക്കങ്ങൾ ഏത് നിലയിലാകും? ശിവശങ്കറിനപ്പുറം അന്വേഷണം ഏതൊക്കെ നിലയിലാണ് ഇനി ഇ ഡി കൈകാര്യം ചെയ്യുക? ഒപ്പം തന്നെ ഈ ഘട്ടത്തിൽ മറ്റ് ഏജൻസികൾ, കസ്റ്റംസും എൻ ഐ എയും ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള നിലപാടുകൾ ഏത് നിലയിലാണ് വരുന്നത്? ഇ ഡി ശിവശങ്കരനെ കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് ചെയ്ത ആ പശ്ചാത്തലത്തിൽ ഇതിൽ ഇ ഡി മുന്നോട്ട് വയ്ക്കുന്ന പുതിയൊരു കാര്യം കൂടിയുണ്ട്. കാരണം മുൻപെങ്ങും മറ്റ് എൻ ഐ ഒ അല്ലെങ്കിൽ കസ്റ്റംസോ മുന്നോട്ട് വയ്ക്കാത്ത ഒരു കാര്യമാണ്. അതായത് ഈ 2020 ജൂലൈയിൽ ഈ ഒരു നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണം പിടികൂടുമ്പോൾ ഈ ബാഗേജ് വിട്ടുകിട്ടാൻ വേണ്ടി ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇ ഡി പറയുന്നത്. അതായത് ശിവശങ്കർ യഥാർത്ഥത്തിൽ സ്വപ്ന സുരേഷിൻ്റെ നിർദ്ദേശപ്രകാരം ബാഗേജ് വിട്ടുകിട്ടാൻ വേണ്ടി വിളിച്ചുവെന്ന് ശിവശങ്കർ തന്നെ കുറ്റസമ്മതം നടത്തിയെന്നുള്ളതാണ് ഇ ഡി പറയുന്നത്. പക്ഷേ മുൻപെങ്ങും എൻ ഐ ഒ അല്ലെങ്കിൽ കസ്റ്റംസിനെ വിളിച്ചു എന്ന് പറയുന്ന കസ്റ്റംസോ ഇതുവരെയും ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വൈരുദ്ധ്യം നിറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇത് എങ്ങനെ കോടതിയിൽ തെളിയിക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കി കാണേണ്ടത്. മാത്രമല്ല ഇനി ഇ ഡിക്ക് മുന്നിൽ ഇ ഡി പറയുന്നത് കൃത്യമായ ഡിജിറ്റൽ തെളിവുകൊണ്ട് 2000-ലധികം GB ആണ് ആ മൊബൈൽ വാട്സപ്പ് സന്ദേശങ്ങൾ. അതായത് ശിവശങ്കറിൻ്റെയും സ്വപ്ന സുരേഷിൻ്റെയും മൊബൈലും ലാപ്ടോപ്പ് എല്ലാം തന്നെയും ഇത്തരത്തിൽ പിടിച്ചെടുക്കുകയും ഇവയെല്ലാം തന്നെയും പരിശോധന നടത്തി 2000 GB അടക്കം എല്ലാം തന്നെയും കൃത്യമായി പരിശോധിച്ചിരുന്നു. ഇതിലാണ് കൃത്യമായി ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ശിവശങ്കർ കൂട്ടുനിന്ന് വ്യക്തമാക്കുന്ന സംഭാഷണങ്ങളും ഈ വാട്സപ്പ് മെസ്സേജിലും കിട്ടിയെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. പക്ഷേ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും കൃത്യമായ തെളിവുകൾ ഈ ശിവശങ്കരനെ കൂട്ടിയിണക്കാൻ പറ്റിയ തെളിവുകൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ കള്ളപ്പണം വിളിപ്പിച്ച കേസിലാണ് ഇപ്പോൾ അറസ്റ്റായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റംസ് ഇത്തരത്തിൽ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ കള്ളപ്പണ കേസിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ മാത്രമല്ല മറ്റ് ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് എന്ന് കഴിഞ്ഞ ദിവസം കസ്റ്റംസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ച കമ്മീഷൻ ഡോളറാക്കി മാറ്റി സ്വപ്ന സുരേഷ് വിദേശത്തേക്ക് കടത്തിയെന്നുള്ളതായിരുന്നു മറ്റൊരു കേസ്. ഈ കേസിൽ ഇത്തരം ഡോളറാക്കി മാറ്റാൻ വേണ്ടി ശിവശങ്കർ സ്വപ്നയെ സഹായിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കേസിൽ ഒരു അറസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ഈ ശിവശങ്കർ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായ കോടതി നടപടികൾ മാത്രമേ കസ്റ്റംസിന് ഇത്തരത്തിൽ നീക്കം നടത്താൻ കഴിയുള്ളൂ. എന്തായാലും നിലവിൽ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശിവശങ്കരനെതിരെ ഒരു തെളിവും എൻ ഐക്കോ അല്ലെങ്കിൽ കസ്റ്റംസിനോ അല്ലെങ്കിൽ ഇ ഡിക്കോ നൽകാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് ഇപ്പോൾ കള്ളപ്പണം വിളിപ്പിച്ച കേസിലാണ് ഇപ്പോൾ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഏത് രീതിക്കാണെന്ന് നോക്കി കാണുന്നുണ്ട് ജോർജറ്റ്. കോടതി നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെയും കോടതി നടപടി പൂർത്തിയായ ശേഷവും ഇന്നത്തെ കോടതി നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ശിവശങ്കറിൻ്റെ അഭിഭാഷകൻ അല്പസം മുമ്പ് അദ്ദേഹം പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇനിയുള്ളത് രേഖാപരമായി ഇവർ രണ്ടുപേരും ഇതിലെല്ലാം തന്നെയും ഒപ്പിടേണ്ട സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെയും വായിച്ച് കേൾപ്പിനും ഈ കസ്റ്റഡി അപേക്ഷ എല്ലാം തന്നെയും വായിച്ച് ഇതിൽ ഒപ്പിടേണ്ട സാഹചര്യമുണ്ട്. ഇതിനെല്ലാമല്ല ചില സാങ്കേതികമായ ഒരു വൈകൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഇദ്ദേഹം പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കോടതിയിലെ മറ്റ് വാദങ്ങളും ഈ ഒരു കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതും കൂടാതെ മറ്റുള്ള നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി. ഇനിയുള്ളത് സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണുള്ളത്. ഇത് കഴിഞ്ഞാൽ ഇ ഡി ഓഫീസിലേക്ക് ശിവശങ്കറിനെ കൊണ്ടുപോവുകയും ചെയ്യും. ജോർജറ്റ്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് സിബിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇ ഡിയുടെ 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി ഇപ്പോൾ ശിവശങ്കറിനെ വിട്ടയച്ചിരിക്കുന്നത്. ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നതിനും ചില നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ കോടതി ഇനി നവംബർ 4-നാണ് ശിവശങ്കറിന്റെ ഹർജി പരിഗണിക്കുക. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി അനുബന്ധമായുണ്ട്. ശിവശങ്കറിന്റെ അറസ്റ്റിൽ സർക്കാരോ CPIM ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത്. ശിവശങ്കർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അസംബന്ധമെന്നും ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ഒരഴിമതിയുടെയും ഭാഗമായിട്ട് പോകുന്നതല്ല, അഴിമതി വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. എന്നാൽ ഇതുപോലുള്ള ഏതെങ്കിലും കാര്യത്തിൻ്റെ അകത്ത് ആർക്കെങ്കിലും വല്ല പങ്കുണ്ടെങ്കിൽ അതാരായാലും ആ പങ്ക് പൂർണ്ണം പുറത്തേക്ക് വരട്ടെ, അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കാം. ആ നിലപാട് സ്വീകരിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോ യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. ഇതിനിടെ ശിവശങ്കറിന്റെ അറസ്റ്റിൽ ചില വിവാദങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. സ്വപ്നയും സംഘവും നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയ സംഭവത്തിന് മുൻപ് 2018-ൽ സ്വപ്ന സുരേഷിന്റെ 30 ലക്ഷം രൂപ വെളുപ്പിക്കാൻ സഹായിച്ചെന്നും നയതന്ത്ര ബാഗേജ് വിട്ടുകിട്ടാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ചുവെന്നും ശിവശങ്കർ സമ്മതിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത്. എന്നാൽ അറസ്റ്റിൽ ദുരൂഹതയുണ്ടെന്നാണ് ചില പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നത്. അത് സംബന്ധിച്ച റിപ്പോർട്ട് കൂടിയുണ്ട്, കാണാം.
2019 നവംബറിനും 2020 ജൂൺ മാസത്തിനും ഇടയിലാണ് സ്വപ്ന സുരേഷും സംഘവും സ്വർണം കടത്തിയതെന്ന് ഇഡി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 2018 നവംബർ മാസത്തിൽ 30 ലക്ഷം രൂപ വെളുപ്പിക്കാൻ സഹായിച്ചുവെന്നാണ് ശിവശങ്കറിന്റെ അറസ്റ്റ് മെമ്മോയിൽ ഇഡി ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം സ്വർണം നയതന്ത്ര ബാഗേജ് വഴി വിട്ടുകിട്ടാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ചതായി ശിവശങ്കർ സമ്മതിച്ചതായും ഇഡി അറസ്റ്റ് മെമ്മോയിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഈ രണ്ട് കാര്യവും സംശയകരമാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജേക്കബ് പറഞ്ഞു. ഒരു കാരണമായിട്ട് ഞാൻ കണ്ടത്, ഞാനൊരു മെമ്മോ കണ്ടു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചതായിട്ട് ശിവശങ്കർ സമ്മതിച്ചു എന്നാണ് ആ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഓഫൻസ് ആണ്. പക്ഷെ അങ്ങനെ ഒരു മൊഴി അദ്ദേഹം കൊടുത്തതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും കേട്ടിട്ടില്ല. അദ്ദേഹം വിളിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം നിരന്തരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞ 15-ാം തീയതി ഒക്ടോബർ 15-ാം തീയതി കൊടുത്ത മൊഴിയിൽ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. ഏതിനു വേണ്ടിയിട്ട് കസ്റ്റംസ് ബാഗേജ് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയാണെങ്കിൽ. പക്ഷെ നമ്മളത് ആ മൊഴി എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. അറസ്റ്റ് സംശയാസ്പദമാണെന്ന് പ്രമുഖ അഭിഭാഷകൻ ഹരീഷ് വാസുദേവനും ചൂണ്ടിക്കാട്ടുന്നു. കസ്റ്റംസ് ഓഫീസറെ ശിവശങ്കർ വിളിച്ചതിന് തെളിവുണ്ടെങ്കിൽ അറസ്റ്റിനായി ഇത്രകാലം കാത്തിരിക്കേണ്ടതില്ലായിരുന്നുവെന്നും ഹരീഷ് വാസുദേവൻ പറയുന്നു. ഓർഡറിൽ കൃത്യമായിട്ട് എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നോ എന്ത് കാരണത്താലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നോ പറഞ്ഞിട്ടില്ല. അതിന് പകരം അവർ പറഞ്ഞിരിക്കുന്നത് ഈ അറസ്റ്റിനുള്ള കാരണങ്ങൾ മറ്റൊരു ഉത്തരവിലൂടെ, വളരെ വിശദമായ ഉത്തരവിലൂടെ പറയുന്നതാണ് എന്നാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള തെളിവുകൾ, കേരള ഹൈക്കോടതി മുമ്പാകെ ED സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് പ്രതി ചേർക്കാനുള്ള യാതൊരു തെളിവുകളും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ EDയുടെ മുകളിൽ സമ്മർദ്ദങ്ങൾ വന്നിട്ടുള്ള ഒരു കേസായിട്ടാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. ശിവശങ്കറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. അത്തരം വിവാദങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിയമവിദഗ്ധരൊക്കെ ആ തരത്തിൽ പ്രതികരിക്കുന്ന ഘട്ടമുണ്ടെങ്കിൽ പോലും അറസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആശ്വാസമുണ്ടാകുന്നത് പ്രതിപക്ഷത്തിന് തന്നെയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന ഇന്നും വന്നിരിക്കുന്നു. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥനെ പഴിചാരി ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിയാനാകില്ല എന്നാണ് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJPയും രംഗത്തെത്തി. BJP നവംബർ 1-ന് നിൽപ്പ് സമരം സംഘടിപ്പിക്കുമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഉത്തരവാണ് ശിവശങ്കർ നടപ്പിലാക്കിയതെന്നും K. സുരേന്ദ്രൻ ഇന്ന് ആരോപിച്ചു. ആരോഗ്യ സേതു ആപ്പ് വിവാദത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി. വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധ്യാ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകൻ തഹസീൻ പുനേവാല കത്തയച്ചു. കേന്ദ്ര സർക്കാരിനോട് സത്യവാങ്മൂലം നൽകാനും ആപ്പിലൂടെ ശേഖരിച്ച വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യാനും നിർദ്ദേശം നൽകണമെന്നാണ് ഈ കത്തിലെ ആവശ്യം. കോവിഡ് പ്രതിരോധത്തിനെന്ന പേരിലാണ് കേന്ദ്ര സർക്കാർ ആരോഗ്യ സേതു ആപ്പ് അവതരിപ്പിച്ചത്. ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയതാരെന്ന് അറിയില്ലെന്ന ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിൻ്റെ വിവരാവകാശ മറുപടിയും വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയുള്ള പരാതി ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇന്നത്തെ കോവിഡ് കണക്കുകൾ കൂടി. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 80 ലക്ഷം പിന്നിട്ടു. ഇന്നലെ 49,881 കേസുകളാണ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ കേസുകൾ 80,40,203 ഉയർന്നു. ബുധനാഴ്ച 517 മരണങ്ങളും 56,480 നെഗറ്റീവ് കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 6 ലക്ഷത്തിനടുത്തായി കുറഞ്ഞിട്ടുള്ളത് ആശ്വാസമാണ്. അതേസമയം ദില്ലിയിൽ കേസുകൾ കൂടുന്നത് വീണ്ടും ആശങ്ക വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇന്ത്യയിൽ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്ത് 9 മാസമാകുമ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 80 ലക്ഷം പിന്നിടുന്നത്. ഇന്നലെ 49,881 കേസുകൾ സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരായ ആകെ ആളുകളുടെ എണ്ണം 80,40,203 കേസുകളുടെ എണ്ണം 70 ലക്ഷത്തിൽ നിന്ന് 80 ലക്ഷത്തിലേക്ക് എത്താൻ 18 ദിവസങ്ങളെടുത്തു. 20 ലക്ഷം കേസുകൾ മുതൽ 70 ലക്ഷം വരെയുള്ള ഓരോ 10 ലക്ഷം കേസുകൾ റിപ്പോർട്ട് ചെയ്യാനും 18 ദിവസങ്ങളേക്കാൾ കുറവ് മാത്രമേ എടുത്തുള്ളൂ എന്നത് രോഗവ്യാപനം കുറഞ്ഞതിന്റെ സൂചനയാണ്. ഇന്നലെ 517 മരണങ്ങളും 56,480 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു. 73,15,989 പേർ രോഗമുക്തി നേടി. ആകെ മരണസംഖ്യ 1,20,527 ആണ്.
രോഗബാധിതരുടെ എണ്ണം 80 ലക്ഷമെങ്കിലും ചികിത്സയിലുള്ളവർ 6 ലക്ഷത്തിനടുത്ത് മാത്രമാണ്. 6,03,687 രോഗികളാണ് ചികിത്സയിലുള്ളത്. ആകെ കേസുകളുടെ 7.5% വരും ഇത്. കോവിഡ് വാക്സിൻ അടിയന്തരമായി ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകണമോ എന്ന് 3ാം ഘട്ട പരീക്ഷണം പൂർത്തിയായ ശേഷം തീരുമാനിക്കാമെന്ന നിലപാടിലാണ് സർക്കാർ. സർക്കാർ അടിയന്തര അനുമതി നൽകിയാൽ ഡിസംബറിൽ വാക്സിൻ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കൽ. രാജ്യത്ത് കോവിഡ് കുറയുന്നുവെന്ന ആശ്വാസത്തിനിടയിലും രാജ്യതലസ്ഥാനം ആശങ്കാ കേന്ദ്രമാവുകയാണ്. ദില്ലിയിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഇന്നലെയായിരുന്നു. 5763 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10%-നടുത്താണ്. മിസോറാമിൽ ആദ്യ കോവിഡ് മരണം സ്ഥിരീകരിച്ചു. 62 വയസ്സുകാരനാണ് ഐസ്വാളിൽ മരണപ്പെട്ടത്. രാജ്യത്തെ ആദ്യ കോവിഡ് മരണം സ്ഥിരീകരിച്ച് 223 ദിവസങ്ങൾക്ക് ശേഷമാണ് മിസോറാമിൽ ആദ്യ മരണം സംഭവിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. കോവിഡ് വ്യാപനത്തിന്റെ ആശങ്ക കേരളത്തിലും ഒഴിയുന്നില്ല. കോഴിക്കോട് മുക്കം പോലീസ് സ്റ്റേഷനിലെ 7 പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ് ഇന്ന് കോവിഡുമായി ബന്ധപ്പെട്ട് ലഭ്യമായത്. ഇതോടെ സമ്പർക്കത്തിലുള്ള സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും ക്വാറന്റൈനിലാക്കി. സ്റ്റേഷൻ പ്രവർത്തനത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഡ്യൂട്ടിക്ക് ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. സംവരണ വിഷയത്തിൽ UDF-ലെ 2 അഭിപ്രായങ്ങൾ തുടരുകയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് സാമ്പത്തിക സംവരണത്തിന് കോൺഗ്രസ് അനുകൂലമാണെന്നാണ്. ലീഗിന്റെ നിലപാടിനെ തള്ളിയാണ് രമേശ് ചെന്നിത്തല ഇന്ന് രംഗത്തെത്തിയത്. ലീഗിന്റെ നിലപാടിനെ തള്ളി കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളിയും അഭിപ്രായം പറഞ്ഞിരുന്നു. സാമ്പത്തിക സംവരണത്തിന് അനുകൂലമെന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിനെ എതിർത്തുകൊണ്ടാണ് ലീഗിന്റെ അഭിപ്രായങ്ങൾ ഉയരുകയും ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഇതിനായി 705.17 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. 55.44 ലക്ഷം പേർക്ക് 1400 രൂപ വീതമാണ് പെൻഷൻ ലഭ്യമാകുന്നത്. തിരുവനന്തപുരം ബ്യൂറോ നൽകുന്ന റിപ്പോർട്ട് കാണാം. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുക എന്നതിനാണ് LDF സർക്കാർ പ്രാധാന്യം നൽകിയത്. കഴിഞ്ഞ മാസം മുതലാണ് അതത് മാസത്തെ പെൻഷൻ വിതരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായത്. 55,43,773 പേർക്കാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നത്. പ്രതിമാസം ഇതിനായി നൽകുന്നത് 705.17 കോടി രൂപയാണ്. 5 വിഭാഗങ്ങളിലായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് 618.71 കോടി രൂപയാണ് നൽകുന്നത്. 49,13,785 പേർക്കാണ് ഇതിന് അർഹത. ഇതിൽ തന്നെ 318.93 കോടി രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് നൽകുന്നത്. 299.78 കോടി രൂപ സഹകരണ സംഘങ്ങൾ വഴി ഗുണഭോക്താക്കളുടെ കൈകളിൽ നേരിട്ടെത്തും. 16 ക്ഷേമനിധികളിൽ അംഗങ്ങളായ 6,29,988 തൊഴിലാളികൾക്കാണ് സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ നൽകുന്നത്. 86.46 കോടി രൂപയാണ് ഇതിനായി നൽകുന്നത്. ക്ഷേമനിധി ബോർഡുകൾക്കാണ് ഇതിന്റെ വിതരണ ചുമതല. പ്രതിമാസ പെൻഷൻ വിതരണത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. KM ഷാജിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ബ്യൂറോ നൽകുന്ന ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ആഡംബര വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് KM ഷാജി MLA ഭാര്യയുടെ പേരിൽ നൽകിയ അപേക്ഷകളിലെ കയ്യൊപ്പുകൾ വൈരുദ്ധ്യം ഉള്ളതാണ് എന്നാണ് വാർത്തകൾ വരുന്നത്. വീട് നിർമ്മാണത്തിന് ആവശ്യത്തിനായി വൈദ്യുതി കണക്ഷനുള്ള അപേക്ഷയിലും കോർപ്പറേഷൻ നൽകിയ വിവിധ അപേക്ഷകളിലും ഉള്ള ഒപ്പുകളിലാണ് ഈ വ്യത്യാസം കണ്ടെത്തിയിരിക്കുന്നത്. ഷാജിയുടെ ഭാര്യ ആശയുടെ പേരിൽ മറ്റാരോ കള്ളയൊപ്പിട്ടതാകാം എന്ന ആരോപണവും ശക്തമാണ്. റിപ്പോർട്ട് കാണാം. 2013 ഫെബ്രുവരി 4-നാണ് ആശയുടെ പേരിൽ KSEBയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. മുദ്രപത്രത്തിലെഴുതിയ സത്യവാങ്മൂലത്തിലും ഇതോടൊപ്പം നൽകിയ അപേക്ഷയിലും ഉള്ള ഒപ്പുകളിൽ വ്യത്യാസം കണ്ടെത്തിയിരുന്നു. ഈ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കോർപ്പറേഷനിൽ നൽകിയ ഒപ്പുകൾ പരിശോധിച്ചത്. പിഴയൊടുക്കാൻ തയ്യാറാണെന്നും വീട് നിർമ്മാണം ക്രമപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ആശ കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതടക്കം കോർപ്പറേഷനിലുള്ള അപേക്ഷകളുടെ ഒപ്പുകൾ KSEBയിലേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. KSEB കണക്ഷൻ ലഭിക്കാനായി മറ്റാരോ ഒപ്പിട്ടതാകാമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. ഇത് ശരിയെങ്കിൽ വ്യാജരേഖ ചമച്ച് ഷാജി വൈദ്യുതി ബോർഡിനെ പറ്റിച്ചതായി കണക്കാക്കേണ്ടി വരുമെന്ന് നിയമവിദഗ്ധർ പറയുന്നു. ഔദ്യോഗിക അപേക്ഷകളിൽ കള്ളയൊപ്പ് പതിപ്പിക്കുന്നത് വ്യാജരേഖ ചമയ്ക്കുന്നതിന് തുല്യമാണ്.
സ്വന്തം ഒപ്പ് മറച്ചുവെച്ച് മറ്റൊന്ന് പതിപ്പിച്ചാലും സമാന കുറ്റകൃത്യമാണ്. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. ഫോറൻസിക് പരിശോധനയടക്കം നടത്തി ഒപ്പിട്ടതാരെന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. KM ഷാജി 3.5 കോടിയുടെ ആഡംബര വീട് നിർമ്മിച്ചത് ഇഞ്ചി കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണെന്ന് നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്നാൽ KM ഷാജിയുടെ ഈ വാദത്തെ പൊളിച്ചടുക്കി കർണാടകയിലെ ഇഞ്ചി കർഷകനായ ഒരാൾ രംഗത്തെത്തിയിട്ടുണ്ട്. കാരന്തൂർ സ്വദേശി അഷ്റഫ് ഹാജിയാണ് ഷാജി പറയുന്നത് അവിശ്വസനീയമെന്ന് പറയുന്നത്. ഇഞ്ചി കൃഷിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു എന്നത് അതിശയോക്തിപരമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. 5 വർഷമായി ഇഞ്ചി കൃഷി നടത്തുന്ന തനിക്ക് കുറച്ചെങ്കിലും ലാഭം കിട്ടിയത് 1 വർഷം മാത്രമാണെന്നാണ് അഷ്റഫ് ഹാജി സൂചിപ്പിക്കുന്നത്. കാണാം. 2015 മുതൽ കർണാടകയിൽ ഇഞ്ചി കൃഷി നടത്തുന്നുണ്ട് അഷ്റഫ് ഹാജി. 1 ഏക്കറിൽ കൃഷി നടത്താൻ 5 ലക്ഷത്തോളം രൂപ ചെലവ് വരും. പലപ്പോഴും നഷ്ടമായിരിക്കും. 2019 മാത്രമാണ് കുറച്ച് ലാഭം കിട്ടിയത്. തൻ്റെ ആഡംബര വീട് നിർമ്മിച്ചത് ഇഞ്ചി കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണെന്ന KM ഷാജിയുടെ വാദത്തോട് അഷ്റഫ് ഹാജിയുടെ പ്രതികരണം ഇങ്ങനെ: ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്യുന്നതിൽ 2019 മാത്രമേ എനിക്ക് അതിൽ ഒരു പ്രോഫിറ്റ് കിട്ടിയുള്ളൂ. അതിന് വലിയ പ്രോഫിറ്റൊന്നും കിട്ടിയില്ല. 15-16 ഏക്കർ വരെ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അപ്പറഞ്ഞതൊക്കെ എത്തണമെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അതിശയോക്തി അല്ലാതെ ഒരു സാധാരണ കേസിൽ അങ്ങനെ വരാൻ പ്രയാസമാണെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ അടിച്ചത് പറയുന്നു. കള്ളപ്പണം വെളുപ്പിക്കാൻ ചിലർ ഇഞ്ചി കൃഷിയെ മറയാക്കാറുണ്ടെന്നും അഷ്റഫ് ഹാജി പറഞ്ഞു. പറഞ്ഞ കള്ളപ്പണം വെളുപ്പിക്കുന്നവർ അവരുടെ പേരിൽ ഒരു പട്ടക്കരാർ ഉണ്ടാക്കുക, പിന്നെ ഈ ഇഞ്ചി വിൽക്കുമ്പോൾ അവരുടെ പേരിൽ ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുക. അവരെ യഥാർത്ഥ വില ഇവർ കൃഷിക്കാർ കൊടുക്കും. അതേസമയം ഈ പറഞ്ഞ സംഭരിക്കുന്നവർ അവരുടെ പേരിലേക്കും ചെക്ക് കൊടുക്കുക. അപ്പോൾ അവരെ അക്കൗണ്ടിലേക്ക് പോകും. അങ്ങനെ മേഖലയിൽ നടക്കുന്നുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോയി വരാം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇനി 2ാം ഘട്ടം. ബീഹാറിൽ 1ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടുകൂടി കൂടുതൽ ചൂട് പിടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. 2ാം ഘട്ട പ്രചാരണത്തിൽ കൂടുതൽ വ്യക്തിപരമായ ആക്രമണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. BJP ആണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. തേജസ്വി യാദവിനെതിരെ ജംഗിൾ രാജിലെ രാജകുമാരൻ എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുക്കുകയാണ് ഈ പ്രചരണത്തിൽ ഈ ഘട്ടത്തിൽ BJP. അതേസമയം പോലീസ് വെടിവെപ്പിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവം NDAക്കെതിരെ പ്രധാന ആയുധമാക്കുകയാണ് മഹാസഖ്യം. ബീഹാറിലെ 71 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് 1ാം ഘട്ടത്തിൽ പൂർത്തിയായത്. ഏറെ നിർണായകവും ത്രികോണ മത്സരവുമാണ് 1ാം ഘട്ടത്തിൽ അരങ്ങേറിയത്. മുന്നോക്ക സമുദായമായ ഭൂമിഹർ വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള മേഖലയിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. NDAയും മഹാസഖ്യവും മേഖലയിൽ ഒരുപോലെ മുൻതൂക്കം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ LGPയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും. റിപ്പോർട്ടുകൾ പ്രകാരം JDU വോട്ടുകളാണ് LJPയിലേക്ക് പോകുന്നത്. പട്ന ഉൾപ്പെടെ 94 മണ്ഡലങ്ങളിലേക്കുള്ള 2ാം ഘട്ട വോട്ടെടുപ്പിൽ പ്രചാരണം എത്തുമ്പോഴേക്കും വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രംഗം. ജംഗിൾ രാജിലെ രാജകുമാരൻ എന്ന തേജസ്വി യാദവിനെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ് BJP. മുൻഗറിലെ ആസാദ് ചൌക്കിൽ ദുർഗാ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്നതിനിടെ പോലീസ് വെടിവയ്പിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവമാണ് മഹാസഖ്യം ആദ്യം നിതീഷ് കുമാറിനും BJPക്കുമെതിരെ പ്രധാന ആയുധമാക്കുന്നത്. ഇതിനു പുറമെ ആരോഗ്യ സേതു ആപ്പും മഹാസഖ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി ഉയർത്തിക്കാട്ടും. കൈരളി ന്യൂസ്, ദില്ലി. സമോസയും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനൊരു ചരിത്രം പറയുന്ന റിപ്പോർട്ടുണ്ട്, കാണാം. जब तक समोसे के अंदर आलू होगा तब तक बिहार के अंदर लल्लू होगा. ലല്ലു പ്രസാദ് യാദവിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമാണിത്. എത്ര കാലം വരെ സമോസയ്ക്കകത്ത് ഉരുളക്കിഴങ്ങുണ്ടാവും അത്ര കാലം വരെ ബീഹാറിനകത്ത് ലല്ലു ഉണ്ടാവും. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ബീഹാർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അസാന്നിധ്യം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയനാകുന്നത് ലല്ലു തന്നെയാണ്. ലല്ലു ഇപ്പോൾ ജയിലിനകത്താണ്. എന്നാൽ ബീഹാറിൻ്റെ ചരിത്രം മാറ്റിമറിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും വേണ്ട, ലല്ലു പ്രസാദ് യാദവ് തന്നെ. കാലിത്തീറ്റ കുംഭകോണ കേസുകളിൽ കുരുങ്ങി ലല്ലു പ്രസാദ് യാദവ് നട്ടം തിരിയുന്ന സമയം. ബീഹാർ രാഷ്ട്രീയത്തിലെ ലല്ലു യുഗം ഏതാണ്ട് അവസാനിച്ചെന്ന് ഏവരും വിധിയെഴുതി. ജനതാദൾ പല കർഷങ്ങളായി പിരിഞ്ഞു. നിതീഷ് കുമാർ, ജോർജ് ഫെർണാണ്ടസ്, രാംവിലാസ് പാസ്വാൻ, ശരത് യാദവ് എന്നിവരെല്ലാം
ലല്ലുവിനെ കൈവിട്ട് BJPയുമായി കൈകോർത്തു. ഒരിക്കൽ മാധ്യമപ്രവർത്തകർ ലല്ലുവിനോട് ചോദിച്ചു, താങ്കൾ ഇനി എത്ര കാലം ബീഹാർ രാഷ്ട്രീയത്തിലുണ്ടാവും? ലല്ലു പറഞ്ഞ മറുപടി ഇതായിരുന്നു, സമോസയ്ക്കകത്ത് എത്ര കാലം ഉരുളക്കിഴങ്ങുണ്ടാവും, അത്രയും കാലം ബീഹാറിൽ ലല്ലു ഉണ്ടാകും. ലല്ലു ഇപ്പോൾ ജയിലിലാണ്. എങ്കിലും ലല്ലുവിൻ്റെ സമോസ പ്രയോഗം ഇപ്പോഴും ബീഹാറിൽ മാത്രമല്ല ഉത്തരേന്ത്യ മുഴുവൻ മുഴങ്ങുന്നുണ്ട്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ബീഹാറിൽ നടന്ന പ്രക്ഷുബ്ധമായ സമരങ്ങളിലൂടെയാണ് ലല്ലു പ്രസാദ് യാദവ് പൊതുരംഗത്ത് കാലെടുത്തു വെച്ചത്. സർക്കാർ ഗുമസ്തപ്പണി രാജിവെച്ച് 1977 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ലല്ലു 29-ാം വയസ്സിൽ ലോക്സഭാംഗമായി. 1990 ബീഹാർ മുഖ്യമന്ത്രിയായ ലല്ലു ജീവിതത്തിലുടനീളം ഉറച്ച മതേതര നിലപാടുകളാണ് കൈക്കൊണ്ടത്. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ശക്തമായി ചെറുത്തു. 1990 ഒക്ടോബർ 23 വർഗീയ വിഷം ചീറ്റി ഉത്തരേന്ത്യയിലൂടെ പര്യടനം നടത്തുകയായിരുന്ന LK അദ്വാനിയുടെ രഥയാത്ര ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ച് ലല്ലു പ്രസാദ് യാദവിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ബീഹാർ പോലീസ് തടഞ്ഞു. മിഡ് ഡേ ന്യൂസിൽ വാർത്തകൾ തുടരുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഒരു പ്രതികരണം കൂടി ഉണ്ടായിരിക്കുന്നു സംവരണ വിഷയത്തിൽ. ലീഗിന് ലീഗിൻ്റെതായ നിലപാടുകളുണ്ട്, കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായ നിലപാടുകളുണ്ട് എന്നാണ് മുല്ലപ്പള്ളി ഈ ഘട്ടത്തിൽ മുന്നാക്ക സമരവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ട ലീഗ് നേതാക്കൾ ET മുഹമ്മദ് ബഷീറും ഒപ്പം തന്നെ മുനീറും സംവരണ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. മറ്റൊരു ഫോറത്തിൽ തങ്ങളുടെ നിലപാടുകൾ പറയാമെന്ന പ്രതികരണമാണ് ലീഗിൻ്റെതായി ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാക്കുകൾ. ഇതാണ് കഴിഞ്ഞ നിമിഷങ്ങളിൽ കേരളം കണ്ട പുതിയ വാർത്തകൾ. ഒപ്പം തന്നെ ശിവശങ്കറിൻ്റെ കേസുമായി ബന്ധപ്പെട്ടൊരു വിവരം കൂടി പുറത്തു വരുന്നു. നയതന്ത്ര ബാഗേജ് വിട്ടുകിട്ടാൻ ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചുവെന്ന ED റിപ്പോർട്ടിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. റിപ്പോർട്ട് പ്രകാരം ശിവശങ്കർ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചത് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കടത്ത് ആരംഭിക്കുന്നതിനും മാസങ്ങൾക്ക് മുമ്പാണ്. അതായത് 2019 ഏപ്രിലാണ് ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചത് എന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ ED ആരോപിക്കുന്നത്. അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ പ്രകാരം 2019 ജൂലൈയിലാണ് സ്വർണ്ണക്കടത്തിനുള്ള ഡമ്മി പരീക്ഷണം സ്വപ്നയും കൂട്ടരും നടത്തിയത് എന്ന വാർത്തകളും നമുക്ക് മുന്നിലുണ്ട്. ഈ ഘട്ടത്തിലാണ് EDയുടെ റിപ്പോർട്ടുകൾ കൂടുതൽ പ്രസക്തമാവുകയും ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് കൂടി ചേരുകയാണ്. സാലി, ED നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചത് 2019 ഏപ്രിലിൽ ആണെന്നാണ് വാർത്തകൾ വരുന്നത്. എന്താണ് EDയുടെ ഈ റിപ്പോർട്ടിലുള്ളത്? ആ റിപ്പോർട്ടിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം 2020 ഒരു വർഷത്തിന് ശേഷമാണ് 2020 ജൂൺ 25-നാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ ഈ സ്വർണം പിടിച്ചെടുക്കുന്നത്. ആ ഘട്ടത്തിൽ ശിവശങ്കർ വിളിച്ചിട്ടേ ഇല്ല. അതിനും ഒരു വർഷം മുമ്പത്തെ കാര്യമാണ് ED ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ജോർജറ്റ്, ഏതാണ്ട് 4 പേജ് വരുന്ന ഒരു റിമാൻഡ് കസ്റ്റഡി അപേക്ഷയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നിന്ന് സമർപ്പിച്ചത്. അതിൽ എന്തുകൊണ്ട് ശിവശങ്കറിൻ്റെ കസ്റ്റഡിയിൽ ലഭിക്കണം എന്നുള്ളത് വിശദമായി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ 10ാമത്തെ പാരഗ്രാഫിൽ ഒരു കാര്യം പറയുന്നത്, ഈ ക്രൈമുമായി ഈ ആൾക്ക്, ഈ പ്രതിയേർക്കപ്പെട്ട ശിവശങ്കറിന് എന്താണ് ബന്ധം എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് 10ാമത്തെ പാരഗ്രാഫ്. അതിൽ 10ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചിരുന്നു എന്നുള്ള വിവരം. അതായത് നയതന്ത്ര ബാഗേജ് വിട്ടുകിട്ടുന്നതിന് വേണ്ടി ശിവശങ്കർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഈ ക്രൈമിനുള്ള ഇൻവോൾവ്മെൻറ്റിനുള്ള തെളിവാണ് എന്നതാണ് EDയുടെ വിശദീകരണം. ആ വിശദീകരണത്തിനൊപ്പം തന്നെ ചേർത്തിരിക്കുന്ന ബാക്കി വാചകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ വാദം നിലനിൽക്കുന്നതല്ല എന്നുള്ളത്. അതായത് EDയുടെ ഈ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത് പ്രകാരം ശിവശങ്കർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നത് 2019 ഏപ്രിൽ മാസത്തിലാണ്. അതായത് 2019 ഏപ്രിൽ മാസത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ശിവശങ്കർ വിളിച്ചിട്ടുണ്ട് എന്ന് ഈ ഡിജിറ്റൽ തെളിവുകളിൽ നിന്ന് വ്യക്തമാണ് എന്നുള്ളതാണ് ED ഇന്ന് കൊടുത്ത കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. പക്ഷേ അതിൻ്റെ തുടർന്ന് അടുത്ത വാചകം പറയുന്നത് 2019 ജൂലൈ മാസത്തിലാണ് സ്വപ്നയും മറ്റു പ്രതികളും ചേർന്ന് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കടത്തിനുള്ള പദ്ധതി തയ്യാറാക്കി ഡമ്മി പരീക്ഷണം നടത്തുന്നതെന്ന്. അതിനർത്ഥം ഈ വൈരുദ്ധ്യം ഈ റിപ്പോർട്ടിൽ തന്നെ പ്രകടമാണ്. 2019 ജൂലൈ മുതൽ ആരംഭിച്ച ഒരു സ്വർണ്ണക്കടത്ത്, അതിനെക്കുറിച്ചുള്ള അന്വേഷണം. അപ്പം 2019 ജൂലൈക്ക് ശേഷം ആരംഭിച്ച നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ അത്തരത്തിലൊരു ബാഗേജ് വിട്ടുകിട്ടുന്നതിന് വേണ്ടി 2019 ഏപ്രിൽ 3 മാസങ്ങൾക്ക് മുമ്പ് ശിവശങ്കർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കസ്റ്റഡി അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതെങ്ങനെയാണ് നിലനിൽക്കുക എന്നുള്ളതൊരു പ്രതിസന്ധിയുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ആക്ഷേപം, ഇങ്ങനൊരു പരാതി ഉണ്ടെങ്കിൽ, ഇങ്ങനൊരു ആക്ഷേപം ഉണ്ടെങ്കിൽ
ആദ്യം അത് ഉയർന്നു വരേണ്ടത് ഇതേ കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസിൽ നിന്നാണ്. പക്ഷേ കസ്റ്റംസ് ഇതിനകം തന്നെ നിരവധി രേഖകൾ വിവിധ കോടതികളിൽ, അത് കസ്റ്റഡി അപേക്ഷ, റിമാൻഡ് റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒക്കെയായി എല്ലാ കോടതികളിലും സമർപ്പിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊരിടത്തും കസ്റ്റംസ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല എന്നുള്ളതും കൂടെ ചേർത്ത് വായിക്കണം. ഇപ്പോൾ നമുക്കറിയില്ല ശിവശങ്കറിന് ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഏജൻസികളാണ് ഇവയെല്ലാം. പക്ഷേ അത്തരത്തിൽ ചുമതലപ്പെട്ട ഒരു ഏജൻസിയുടെ റിപ്പോർട്ടിലെ വൈരുദ്ധ്യം ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഒപ്പം നമ്മൾ പറയേണ്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ സ്വർണ്ണമടങ്ങിയ ബാഗേജ് വിട്ടുകിട്ടാൻ ഇടപെടലുണ്ടായി എന്ന രാഷ്ട്രീയ ആരോപണം ഉയർന്നിരുന്നു. അത് പിന്നീട് അല്ല എന്ന്, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് കസ്റ്റംസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പിന്നീട് സ്ഥലം മാറ്റപ്പെട്ടു, അനീഷ് പി രാജൻ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു. അതോടുകൂടി അവസാനിച്ച ഒരു വിവാദം, ഒരധ്യായം ഇപ്പോൾ പുതിയ രൂപത്തിൽ ED കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ ആ കോടതിയിൽ എത്തിച്ച റിപ്പോർട്ടിലും അടിമുടി വൈരുദ്ധ്യമാണ്. അതിൽ 10ാമത്തെ പാരഗ്രാഫിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂലൈയിൽ ആരംഭിച്ച നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തിന് ആ ബാഗേജ് വിട്ടുകിട്ടാൻ മാസങ്ങൾക്ക് മുമ്പ് ഏപ്രിൽ മാസത്തിൽ ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചു എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയ വൈരുദ്ധ്യം. അതിനാണ് ഇപ്പോൾ പുതിയ ചർച്ചയിലേക്ക് എത്തുന്നു. അതായത് ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അതിൽ EDയുടെ കസ്റ്റഡിയിലാണ് ശിവശങ്കർ ഉള്ളത്. അപ്പോഴാണ് കസ്റ്റഡി റിപ്പോർട്ടിന്റെ വിവരങ്ങൾ കൂടി, EDയുടെ ഭാഗത്തു നിന്നുള്ള കസ്റ്റഡി റിപ്പോർട്ടിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. സാലി സൂചിപ്പിച്ചതുപോലെ അത് വൈരുദ്ധ്യമെന്നല്ല, വാസ്തവ വിരുദ്ധവും അല്ലെങ്കിൽ യുക്തിരഹിതവുമായ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നതെന്നാണെങ്കിൽ സംസ്ഥാനത്തെ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ ED അറസ്റ്റ് ചെയ്യുകയും അത് രാഷ്ട്രീയ പ്രേരിത നീക്കങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. എത്രത്തോളം ഗുരുതരമായ കാര്യമാകും ഉണ്ടാകുക? ഈ ഉന്നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രേരിത അന്വേഷണങ്ങളാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്ന തെളിവുകളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? ജോർജറ്റ്, തീർച്ചയായും ഈ കേസിൽ അന്വേഷണം നടത്തുന്ന 4 ഏജൻസികളിൽ ഏറ്റവും രാഷ്ട്രീയ ആരോപണം നേരിടുന്ന ഒരു ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ്. മറ്റ് ഏജൻസികളെക്കുറിച്ചൊന്നും അത്രമേൽ രാഷ്ട്രീയ ആരോപണം ഉയർന്നു വരുന്നില്ല. പക്ഷേ രാഷ്ട്രീയപരമായി കേന്ദ്ര ഭരണകക്ഷിക്ക് വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു ഏജൻസി ധനകാര്യ വകുപ്പിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് എന്നൊരാക്ഷേപം വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട്. അതും ഇതുമായി ചേർത്ത് വായിച്ചാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടിക്രമങ്ങളിൽ ഒരു സംശയാസ്പദമായ സാഹചര്യം പല ഘട്ടങ്ങളിലും ഉയർന്നിട്ടുണ്ട്. അത് ഈ കൊച്ചിയിലടക്കം അന്വേഷണ ഘട്ടത്തിൽ നമ്മുടെ അടക്കം മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു അന്വേഷണം നടക്കുമ്പോൾ ഒരു അന്വേഷണ ഏജൻസിക്കെതിരെ പറയാവുന്നതിൻ്റെ ഒരു പരിമിതി എല്ലാവർക്കുമുണ്ട്. അന്വേഷണം നടക്കട്ടെ, പുരോഗമിക്കട്ടെ എന്ന് പറയുകയല്ലാതെ അതിനപ്പുറം അവരുടെ നടപടിക്രമങ്ങളിലെ വൈരുദ്ധ്യമടക്കം ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ സാഹചര്യം ഇത് കേവലം ആരോപണമല്ല, അല്ലെങ്കിൽ വിവാദങ്ങളല്ല, മറിച്ച് സംസ്ഥാനത്തെ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ഈ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാരണം ചൂണ്ടിക്കാട്ടി അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു. അത്തരം ഗൗരവതരമായ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളിലെ ചില വൈരുദ്ധ്യങ്ങൾ, അടിസ്ഥാനമില്ലായ്മ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ കസ്റ്റഡി അപേക്ഷയിലെ ഈ ഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വലിയ വിവാദം ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇതെങ്ങനെ ഈ വൈരുദ്ധ്യം വിശദീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഏതായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ പറയുന്ന വാചകങ്ങളും വിശദീകരണങ്ങളും അനുസരിച്ച് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, ഇന്നലെ ശിവശങ്കറിനെ വിളിപ്പിച്ച് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി തിരിച്ച് കസ്റ്റഡിയിൽ വാങ്ങുന്നത് വരെയുള്ള സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായി നിലനിന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ഉയർന്നു വരുന്നത്, ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചിരുന്നു എന്ന ആരോപണമാണ്. അതായത് മുൻപ് ഒരിക്കലും വരാത്ത ഒരു ആരോപണം. അതൊരു പ്രധാന തെളിവായി എല്ലായിടത്തും കൊണ്ടാടപ്പെടുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ പ്രധാന വാദത്തിലെ അടിസ്ഥാനമില്ലായ്മ അല്ലെങ്കിൽ വൈരുദ്ധ്യം വാദത്തിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ടോ? കസ്റ്റംസിനെ വിളിച്ചിരുന്നു എന്നതിനപ്പുറത്തേക്ക് ബാഗേജ് വിട്ടുകിട്ടാൻ ശിവശങ്കർ ഇടപെട്ടു എന്ന് ആ റിപ്പോർട്ടിൽ ഉണ്ടോ? അങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. തെറ്റാണെങ്കിൽ സാലിക്ക് തിരുത്താം. അതിനപ്പുറത്തേക്ക് പ്രേക്ഷകർ കൂടി അറിയാൻ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, 2019 ഏപ്രിലിൽ ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചിട്ടുണ്ട് എന്നാണ് ED ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ 2019 ജൂലൈയിലാണ് സ്വപ്നയും സംഘവും നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്താൻ ഡമ്മി പരീക്ഷണം ആരംഭിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിലാണ് സ്വർണം കേരളത്തിലേക്ക് എത്തപ്പെട്ടതും എന്നാണ്
അറിയാൻ കഴിയുന്നത്. വിവിധ ഏജൻസികൾ NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് പുറത്തു വന്നിട്ടുള്ളത്. 2020 ഒരു വർഷത്തിന് ശേഷം ശിവശങ്കർ വിളിച്ചു എന്ന് പറയുന്നതിന് ഒരു വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണം പിടിക്കപ്പെട്ടതും നയതന്ത്ര ബാഗേജ് വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ പോയി എന്ന് രാഷ്ട്രീയ ആരോപണം ഉയരുകയും ചെയ്തത്. കെ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ അത്തരം ആരോപണങ്ങൾ ഉയരുകയും ചെയ്തത് ഒരു വർഷത്തിന് ശേഷമാണ്. ഇതാണ് ഇതിനകത്തെ വൈരുദ്ധ്യം പ്രധാനമായും നിലനിൽക്കുകയും ചെയ്യുന്നത്. സാലി, ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ കേസ് കോടതിയിൽ എങ്ങനെയാണ് നിലനിൽക്കുക? നിയമവിദഗ്ധർ എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്ന വിവരങ്ങൾ? ജോർജറ്റ്, അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി. അതായത് ഈ റിപ്പോർട്ടിൽ ഒരിടത്തും സ്വർണ്ണമടങ്ങിയ നയതന്ത്ര ബാഗേജ് വിട്ടുകിട്ടുന്നതിന് കസ്റ്റംസിനെ ശിവശങ്കർ ബന്ധപ്പെട്ടു എന്ന് പറയുന്നതേയില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയ വിവാദമായും ഒക്കെ പുകമറ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന ആരോപണങ്ങളിലൊന്ന് സ്വർണം വിട്ടുകിട്ടാൻ ശിവശങ്കർ വിളിച്ചു എന്നാണ്. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഒരിടത്തും സ്വർണ്ണമടങ്ങിയ നയതന്ത്ര ബാഗേജ് വിട്ടുകിട്ടാൻ ശിവശങ്കർ വിളിച്ചു എന്ന് പറയുന്നില്ല. മറിച്ച് പറയുന്നത് നയതന്ത്ര ബാഗേജ് റിലീസ് ചെയ്ത് കിട്ടാൻ വിളിച്ചു എന്നാണ് പറയുന്നത്. അത് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കടത്ത് ആരംഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസം, ആ ഡേറ്റാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതെങ്ങനെ പൊരുത്തപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ ഇതിനകം തന്നെ സംശയത്തിൻ്റെ നിഴലിലായ ചില അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ അവരെ കുരുക്കിലാക്കി ആവുകയാണ്. ഏതായാലും ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ പരിഗണിക്കപ്പെടും. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ അന്ന് ശിവശങ്കറിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുമെന്ന കാര്യം തർക്കമില്ല. കസ്റ്റംസിനെ വിളിച്ചു എന്നുള്ളത് ചിലപ്പോൾ ശിവശങ്കർ വിളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടാവില്ല. അതൊന്നും അല്ല പ്രശ്നം. ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചത് സ്വർണ്ണം കടങ്ങിയ ബാഗ് വിട്ടുകിട്ടാനാണെന്ന് ഒരു ഘട്ടത്തിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആരോപണം ഉന്നയിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ഇല്ലാത്ത ഒരു ആരോപണമാണ് ശിവശങ്കറിൻ്റെ മേൽ ഇപ്പോൾ പൊതുവിൽ പ്രചരിപ്പിക്കപ്പെടുന്നതും ഇപ്പോൾ കസ്റ്റഡിയിലേക്കും തുടർന്ന് അറസ്റ്റിലേക്കും ഒക്കെ നീങ്ങാനിടയായ സാഹചര്യവും അങ്ങനെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് എന്തോ താല്പര്യങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാര്യമായ തെളിവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത അവരുടെ റിപ്പോർട്ടിൽ തന്നെ വൈരുദ്ധ്യം പ്രകടമാകുന്ന ഒരു പ്രധാന പോയിന്റ് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റിലേക്കും കസ്റ്റഡിയിലേക്കും നീങ്ങിയിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വെറുതെ ആരോപണമല്ല. അവർ കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിലെ തന്നെ കണ്ടന്റാണ് നമ്മൾ ആ വാദത്തിന് ഉപോത്ബലകമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ചില ആളുകളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ ചില ആസൂത്രിത വാർത്തകൾ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടക്കം മുതൽ അത്തരം സംഭവങ്ങളുണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ പോയി എന്ന് മാധ്യമങ്ങളെ അറിയിച്ചത് മുതൽ ഇത്തരം സംശയങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അനീഷ് രാജ് അടക്കമുള്ള ആളുകളെ, കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഇവിടുന്ന് സ്ഥലം മാറ്റുന്ന നടപടികളിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നതിന് പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ കോൾ പോയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അവിടെയാണ് രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന സംശയമുയരുന്നത്. സാലിം മുഹമ്മദ്, തീർച്ചയായിട്ടും ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ സ്വഭാവം കുറേ ദിവസങ്ങളായി ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു അന്വേഷണ ഏജൻസി ഒരു അന്വേഷണ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവരെന്തെങ്കിലും ഒരു തീരുമാനമോ നടപടികളിലേക്കോ കടക്കാതെ ആ വൈരുദ്ധ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നമുക്കടക്കം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. ഇവിടെ കൊച്ചിയിൽ അന്വേഷണ സംഘങ്ങൾക്കിടയിലും മാധ്യമങ്ങൾക്കിടയിലും പ്രചരിച്ച ഒട്ടേറെ കഥകളും സംഭവവികാസങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ ഇവിടെ പൊതുവിൽ പറയാൻ കഴിയുകയോ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുകയോ ചെയ്യുന്ന സാഹചര്യമില്ല. കാരണം ഒരു അന്വേഷണ ഏജൻസി അന്വേഷണ ഘട്ടത്തിലാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച ഈ കസ്റ്റഡി അപേക്ഷയിലെ അത് പുറത്തു പരക്കുന്ന കിംവദന്തികളല്ല, മറിച്ച് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 4 പേജ് അടങ്ങുന്ന റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങളിലൊന്നായി വരുന്ന ആരോപണം, ആ ആരോപണം തന്നെ ആ റിപ്പോർട്ടിൻ്റെ മറ്റു ഭാഗങ്ങൾ പൊളിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതിൽ എന്തൊക്കെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തു വരും. ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ട്. മറ്റ് 3 അന്വേഷണ ഏജൻസികളെ പോലെയല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നതും അന്വേഷണം നടത്തുന്നതും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റ് ചില പ്രതികളെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴും അല്ലെങ്കിൽ ചോദ്യം ചെയ്തപ്പോഴും ഒക്കെ ചില ഉന്നതരുടെ പേര് പറയാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊന്നും അവരുടെ ബൈറ്റായി നമുക്ക് ലഭിക്കാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് നൽകാൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് ശിവശങ്കറിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സ്വപ്നയും ചേർന്ന് തുടങ്ങിയ ബാങ്ക് ലോക്കർ സംബന്ധിച്ചാണ്. ആ ബാങ്ക് ലോക്കർ സംബന്ധിച്ചും ശിവശങ്കറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കാര്യം ആ ബാങ്ക് ലോക്കർ
തുറന്നത്, ജോയിൻ്റ് അക്കൗണ്ട് വഴി തുറന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ വേണുഗോപാലാണ്. ആ വേണുഗോപാൽ ചിത്രത്തിൽ ഒരിടത്തുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേണുഗോപാലിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ പ്രതിയാക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതായത് ഈ ബാങ്ക് ലോക്കറുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണെങ്കിൽ അതിൽ ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത തുല്യ പങ്കാളിത്തം സ്വപ്നയ്ക്കൊപ്പം ഉണ്ട് എന്ന് വേണമെങ്കിൽ ആരോപിക്കാവുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് വേണുഗോപാലിനെ ആയിരുന്നു ആദ്യം പിടികൂടേണ്ടിയിരുന്നത്. അപ്പോൾ വേണുഗോപാലിനെ പിടികൂടാതെ വേണുഗോപാലിനെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തിയ ശിവശങ്കറിനെ പ്രതിയാക്കിയ ഒരു വൈരുദ്ധ്യവും കൂടി ഈ കേസിലുണ്ട്. ഏതായാലും അത് വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച്, അന്വേഷണ രീതി സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാഹചര്യം കൂടുതൽ ഉയർന്നു വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് നൽകിയ കസ്റ്റഡി അപേക്ഷയിലെ നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിച്ച ഈ വൈരുദ്ധ്യം. ജോർജറ്റ്, ഇക്കാര്യത്തിൽ ശിവശങ്കർ ഏതെങ്കിലും സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലോ മറ്റോ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കസ്റ്റംസിനോട് സമ്മതിച്ചിരുന്നോ, താൻ വിളിച്ചിരുന്നു എന്ന് സമ്മതിച്ചിരുന്നോ? അത്തരം കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ മറ്റ് ഏജൻസികളും നിരന്തരം അന്വേഷണം നടത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടും ലഭ്യമല്ലാത്ത ഒരു വിവരമാണോ ഈ EDയുടെ റിപ്പോർട്ടിൽ കടന്നുകൂടിയിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ അത് ദുരുദ്ദേശത്തോടെ എഴുതി ചേർത്തത് എന്ന് പറയേണ്ടി വരില്ലേ? ജോർജറ്റ്, മറ്റൊരു അന്വേഷണ ഏജൻസിയുടെയും റിപ്പോർട്ടിൽ ഇക്കാര്യമില്ല. ഈ റിപ്പോർട്ടിലല്ല, ഒരു റിപ്പോർട്ടിലും അത്തരമൊരു കാര്യം ഉന്നയിച്ചിട്ടില്ല. അത് ആരോപണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അങ്ങനെയെങ്കിൽ ആരോപണം ഉന്നയിക്കേണ്ടവർ തങ്ങളെ വിളിച്ചു എന്ന് പറയേണ്ട പ്രധാന ഏജൻസി കസ്റ്റംസാണ്. അവർ ഇതിനകം നിരവധി റിപ്പോർട്ടുകൾ കോടതികളിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിൽ ഒരിടത്തും ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ശിവശങ്കർ ഇത് അഡ്മിറ്റ് ചെയ്തിരുന്നോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ, ശിവശങ്കറിനോട് ചോദിക്കുന്നത് 2019 ഏപ്രിലിൽ താങ്കൾ കസ്റ്റംസിനെ വിളിച്ചിരുന്നോ എന്നാണ് ചോദ്യമെങ്കിൽ അത് വിളിച്ചിട്ടുണ്ടാവാം എന്ന് ശിവശങ്കർ ഒരുപക്ഷെ സമ്മതിച്ചിട്ടുണ്ടാവാം. കാരണം ഇതുമായി കസ്റ്റംസിന് ഒരു തരത്തിലും ലാൽകുമാർ കൂടി നമുക്കിപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ ലാൽകുമാർ, ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ED നൽകിയ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നു എന്നാണ്. ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചത് ഏപ്രിൽ 21 എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നത് 2020 അന്ന് വിളിച്ചതായി അല്ല പറയുന്നത്. 2019 ഏപ്രിൽ മാസത്തിൽ ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചു എന്നാണ് EDയുടെ റിപ്പോർട്ടിൽ ഇപ്പോൾ വരികയും ചെയ്യുന്നത്. നമുക്ക് അന്വേഷണ ഏജൻസികളെ വിശ്വസിക്കാവുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷേ ഇത്തരം റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതെങ്കിൽ അത്തരം എങ്ങനെയാണ് നമ്മൾ അന്വേഷണ ഏജൻസികളെ വിശ്വസിക്കുക എന്നൊരു ചോദ്യം കൂടി മറുഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ലാൽകുമാറിന്റെ ഒരു നിരീക്ഷണം ഉണ്ടാകുന്നത് ഇക്കാര്യത്തിൽ? അല്ല, താങ്കൾ ചോദിച്ചത് വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. അന്വേഷണ ഏജൻസിയെ വിശ്വസിക്കാമോ ഇല്ലയോ? ഞാൻ അടിയുറപ്പിച്ച് പറയുന്നു, അന്വേഷണ ഏജൻസിയെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അന്വേഷിക്കുന്ന ഏജൻസിക്ക് സുതാര്യമായ ചിന്തകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, കൃത്യമായി ഇമ്പാർഷ്യലായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടിയിരുന്നുവെങ്കിൽ, അങ്ങനെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവര് നേരത്തെ കസ്റ്റംസിന്റെ കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ കണ്ടതാണ്. 2 ഉദ്യോഗസ്ഥരെ ഇവിടുന്ന് മാറ്റി. ആ 2 ഉദ്യോഗസ്ഥരെ കുറിച്ച് വളരെ മതിപ്പുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരാണ്. അവരെന്തിനാണ് മാറ്റിയത്? എന്ത് അടിസ്ഥാനത്തിലാണ് മാറ്റിയത്? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കോൾ പോയിട്ടില്ല എന്നുള്ളതാണ് ആദ്യം ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അദ്ദേഹമാണെങ്കിൽ ഇന്റർനാഷണൽ അക്വലൈറ്റ്സ് ഉള്ള ഒരുപാട് ഇന്റർനാഷണൽ ഫോറത്തിലൊക്കെ പോയിട്ടുള്ള ആളും അദ്ദേഹത്തിന് അവിടുന്ന് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ടെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിനെ മാറ്റിയതിൽ ദുരൂഹതയുണ്ട്. അത് ദുരൂഹതയുണ്ടെന്ന് നമ്മൾ വേറെ സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി ഇൻവെസ്റ്റിഗേഷൻ ട്രെയിനിങ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. നമുക്കത് ഒറ്റയടിക്ക് വ്യക്തമാകുന്ന, നമുക്കൊരു പ്രൈമ ഫേസ് മനസ്സിലാകുന്ന ഒരു സത്യാവസ്ഥയാണ്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ആദ്യം തൊട്ട് തന്നെ ഇതിനകത്ത് വളരെ ബുദ്ധിമുട്ടോടുകൂടി ആൾക്കാർ കയറി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, കസ്റ്റംസ് അല്ല ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, EDയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം വെച്ച കസ്റ്റംസിന്റെ ആൾക്കാരെ മാറ്റി ആ കസ്റ്റംസിനെ വിളിച്ചു എന്ന് പറയുന്ന, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ചു എന്നുള്ള വാദം കസ്റ്റംസിന്റെ ക്രെഡിബിൾ ആയിട്ടുള്ള ഓഫീസർ തന്നെ ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ ED നമ്മളോട് പറയുന്നു ആരാണ് ഈ ശിവശങ്കർ വിളിച്ചിരിക്കുന്നു. ആരെ വിളിച്ചിരിക്കുന്നു? കസ്റ്റംസിനെ വിളിച്ചിരിക്കുന്നു. കസ്റ്റംസ് നേരത്തെ പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ടവരാരും വിളിച്ചിട്ടില്ല. പക്ഷേ കസ്റ്റംസ് പോലും പറയാത്ത വാദം ഇപ്പൊ ED നമ്മളോട് പറയുന്നു. ഇതൊക്കെ കാണുമ്പം സാധാരണഗതിയിൽ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത് മോശമായ ഇടപെടൽ നടക്കുന്നു. നമ്മൾ ആദ്യം തന്നെ എല്ലാ ഘട്ടത്തിലും നമ്മൾ പറയുന്നത് എന്താണ്? യാതൊരു കാരണവശാലും ശിവശങ്കർ തെറ്റുകാരനാണെങ്കിൽ രക്ഷപ്പെടാൻ പാടില്ല, അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. കാര്യം ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള്, അത് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട പൊസിഷൻ ഇല്ല എങ്കിൽ പോലും ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന രീതിയിലുള്ളൊരു സ്വർണ്ണക്കടത്തിന്റെ ഇടപെടൽ നടത്തുന്ന ആൾക്കാർക്ക്
ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പൗരബോധമുള്ള ഒരാള്, ഈ രാഷ്ട്രത്തെക്കുറിച്ച് ബോധമുള്ള ഒരാള്, ഈ രാഷ്ട്രത്തിന്റെ നന്മ ബോധ്യമുള്ള ഒരാള് അദ്ദേഹത്തിന് ഇങ്ങനെ ഇടപെടാൻ കഴിയില്ല. അപ്പൊ അവിടെ അദ്ദേഹത്തിന് ഒരു ഫോൾസ് ഇന്റൻഷൻ അല്ലെങ്കിൽ മലീഷ്യസ് ഇന്റൻഷൻ ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷെ കുഴപ്പം ഇത് ഒന്നുമില്ലാത്ത ഒരാളുടെ മണ്ടയ്ക്ക് ഇതെല്ലാം അട്രിബ്യൂട്ട് ചെയ്യാൻ ഈ നാട്ടിൽ പറ്റും എന്ന് നമ്മൾ പല ഘട്ടത്തിൽ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ UP-യിലേക്ക് പോയി കഴിഞ്ഞാൽ കഫീൽ ഖാന്റെ കാര്യത്തിൽ കണ്ടതാണ്. ഗുജറാത്തിലെ മോഡിജിക്കെതിരെ നിന്ന ഒരു പോലീസ് ഓഫീസറുടെ സ്ഥിതി ഇപ്പോഴും നമ്മൾ കണ്ടതാണ്, സഞ്ജീവ് ഭട്ട് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനെ. അപ്പം ഇങ്ങനെ ക്രൂസിഫൈ ചെയ്യാനുള്ള ഒരു മെഷീനറി ഇന്ത്യയിലുണ്ട്. അത് ഇന്നുണ്ടായതല്ല, നേരത്തെ ഉണ്ടായതാണ്, അത് തുടരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്റെ അടിസ്ഥാനപരമായ സംശയം, നിങ്ങൾ വളരെ കോമൺ സെൻസോട് കൂടി ആലോചിച്ചാൽ മനസ്സിലാവും. സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ ചോദ്യം ഈ പറയുന്ന ശിവശങ്കറിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രതികളെ ചോദ്യം ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ സമയം ഡ്യൂറേഷൻ ഇപ്പം ശിവശങ്കറിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് കാര്യം എന്താ? അദ്ദേഹത്തിനെ ക്ലിയർ ആയിട്ട് ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എവിഡൻസ്, അവർക്ക് ഒരു പീസ് ഓഫ് എവിഡൻസ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാൽകുമാർ. അതായത് ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചോ എന്ന് ചോദിച്ചാൽ വിളിച്ചിരുന്നു, പക്ഷെ അത് ഏതോ ഒരു കാലത്താണ്. ഇപ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ജനങ്ങൾക്ക് മുന്നിൽ എത്തുക എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നത് പല ഭാഗത്തു നിന്നും? അതാണ് പ്രധാന ചോദ്യമായി ഉയരുന്നത്, ഏറ്റവും പ്രസക്തമാകുന്നതും. എന്തായിരിക്കും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? ലാൽകുമാർ ചുരുക്കി. നിങ്ങളോട് ഇങ്ങനെ ഒരാളെ കോട്ട് ചെയ്തിട്ട് പറയാം. ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തെ കുറിച്ച് ഹരീഷ് സാൽവെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അത് നശിച്ചു കിടക്കുന്ന ഒരു സാധനമാണ്. ഹരീഷ് സാൽവെ പറഞ്ഞതാണ്, അന്നത്തെ സോളിസിറ്റർ ജനറൽ ആയിരുന്ന മനുഷ്യനാണ് പറഞ്ഞത്. കാര്യം എന്താണ്? നിങ്ങൾക്ക് വഴി കൂടെ പോകുന്ന ഒരാളെ ചാർജ് ചെയ്യുകയും ചാർജ് ചെയ്തിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നതിനും വരെ കോടതിയോട് ഇദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്യും, ഇൻഫ്ലുവൻസിലാണ് എന്ന് പറഞ്ഞ് പിടിച്ച് ജയിലിലിടുകയും ചാർജ് ഷീറ്റ് സമർപ്പിക്കാതിരിക്കുകയാണെങ്കിൽ 7 വർഷം വരെയുള്ളതാണെങ്കിൽ 60 ദിവസം 60 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചില്ല എങ്കിൽ അയാൾ ബെയിൽഡായിട്ട് ഓട്ടോമാറ്റിക്കലി ഗ്രാൻഡഡ് ആവും. അല്ലെങ്കിൽ മറ്റുള്ള കേസാണെങ്കിൽ 90 ഡേയ്സ് ആവും. ഇത്രയും ദിവസമെങ്കിലും ഇയാളെ പിടിച്ചിടണം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ വെണ്ടേറ്റയാണ് പലപ്പോഴും നടക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കൂ, നമ്മളുടെ രാഷ്ട്രീയത്തിന് വിപരീതമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് പി ചിദംബരം. പി ചിദംബരത്തിനോട് ചെയ്തത് എന്താണ് ഇവര്? സമാനമായ നടപടികൾ ഇവിടെ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വളരെ നന്ദി ലാൽകുമാർ. പലപ്പോഴും സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. എന്തായാലും ED സമർപ്പിച്ച റിപ്പോർട്ടിൽ വൈരുദ്ധ്യമുണ്ടാകുന്നു. ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചത് 2019 ഏപ്രിലാണെന്നാണ് ED നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളുമായോ സ്വർണ്ണക്കടത്തുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഡേറ്റാണ് ED ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് കേസന്വേഷണത്തിലെ ദുരൂഹതകൾ ഉയർത്തുകയും ചെയ്യുന്നത്. ലാൽകുമാർ കൂടിയാണ് പ്രതികരിച്ചത്.